ബംഗ്ലാദേശ് എടുക്കുന്ന ആത്മഹത്യാപരമായ നിലപാടാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം രോക്ഷമുണ്ടാക്കുന്ന ഒരു നിലപാട്. ഇന്ത്യ ഏറ്റവും തന്ത്രപ്രധാനമായി കരുതുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി നമ്മുടെ രാജ്യത്തെ ബന്ധിപ്പിക്കുന്ന 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ചിക്കൻ നെക്ക്. അവിടെ വിദേശ ഇടപെടലുകൾ ഉണ്ടാവുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പക്ഷേ ചൈന സർക്കാർ പ്രതിനിധിയായിട്ടുള്ള ചൈനയുടെ അംബാസിഡർ യോ വെൻ ഇന്നലെ ഈ ചിക്കൻ നെക്ക് മേഖലയിൽ സന്ദർശനം നടത്തി. ഇത് ഇന്ത്യയെ വല്ലാതെ ക്ഷുഭിതമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതികർശനമായ നടപടി ഉണ്ടാവും. ഒരുപക്ഷെ യൂനുസിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഫെബ്രുവരി 16 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊക്കെയാണ് പറയുന്നത്. കണ്ടറിയണം. ഏതായാലും നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് യൂനുസ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോവുക? നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും അജ്ഞാതർ ഇടപെട്ട് പല പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഒരു അജ്ഞാതൻ്റെ വെടിയുണ്ടത്തുമ്പിൽ തീരാനുള്ളതായിരിക്കാം യൂനുസിൻ്റെ ജീവിതം, ബാക്കി ജീവിതം എന്ന് ഒരുപക്ഷെ കരുതിയാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം യൂനുസ് ഇന്ത്യയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ് ഇന്നലെ കാണിച്ചത്. കാരണം ടീസ്ത നദീതട വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ബംഗ്ലാദേശിലുണ്ട്. ടീസ്ത നദി ആരംഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് അത് ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നു. ബംഗ്ലാദേശിലെ രംഗ്പൂർ ജില്ലയിലൂടെയാണ് ടീസ്ത നദി ഒഴുകുന്നത്. ഈ നദിയുടെ ആഴം കൂട്ടണം, ആ നദിയുടെ ജലശുചീകരണം ഉണ്ടാവണം, നദിയിൽ ഡാമുകൾ നിർമ്മിക്കണം, ഇങ്ങനത്തെ കുറേ വികസന പദ്ധതികളുണ്ട്. ഒരു $1 ബില്യൺ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് നേരത്തെ തന്നെ ഖാലിദ സിയയുടെ കാലത്ത് ഈ പദ്ധതി ചൈനയുടെ സഹായത്തോടെ നടപ്പാക്കാൻ ബംഗ്ലാദേശ് ആലോചിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അവാമി ലീഗ് അധികാരത്തിൽ വന്നു. ഹസീന പ്രധാനമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ചൈനയുമായുള്ള പദ്ധതി വേണ്ട, ഇന്ത്യ സഹായിക്കും, ഇന്ത്യയുമായി ചേർന്ന് ടീസ്ത നദീതട വികസന പദ്ധതി നടപ്പാക്കാമെന്നാണ് പറഞ്ഞത്.